ഇതിപ്പോ നാട്ടുകാർ എല്ലാവരും കാണണം. ആ വ്യക്തിയെയും ഞാൻ അവസാനം പറഞ്ഞു തരും ആരാണ്. കാരണം ആ വ്യക്തിയുടെ ഏത് കളവ് ചെയ്താലും ഒരു തെളിവുണ്ടാന്ന് പറഞ്ഞ പോലെ ആ വ്യക്തിയുടെ ഒരു ID പ്രൂഫ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്നലെ ചെയ്തത്. നിങ്ങൾ കാണുന്നത് വളരെ ഖേദകരമാണ്. ഈ വ്യക്തി വളരെ കഷ്ടപ്പെട്ട് എത്രയോ ദിവസങ്ങളോടെ കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നമ്മൾ ഈ തോട്ടം ഇത്ര നിലയിൽ എത്തിക്കാൻ സഹായിച്ച വ്യക്തിയാണ്. ഇവരുടെ വേതനങ്ങൾ എത്ര ഉണ്ടോ? ഇവർക്ക് രാവിലെ 4 മണിക്ക് എണീച്ചിട്ട് രാത്രി 6 ഇരുട്ടാകുന്നവർ ഇതിന്റെ ഉള്ളിൽ ഇന്ന് പണിയെടുത്തിട്ടാണ് ഈ നിലയിൽ നമ്മൾ ഇത്ര എത്തിച്ചത്. ഇവർക്ക് എത്ര വിഷമം. ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? നാട്ടുകാർ ഇത് എന്തായാലും പ്രതികരിക്കും. വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു. ഞാൻ അഹോരാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലായിട്ട് എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. എന്റെ ചങ്ക് കൊത്തിയാൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവുകയില്ല. അത്രയ്ക്ക് വിഷമമുണ്ട്. ഇത് കൊത്തിയവന്റെ കൈ കൊത്തണമെന്നാണ് ഞാൻ പറയുന്നത്. കൈ കൊത്തണം, എങ്കിൽ മാത്രമേ ഇതിന്റെ വേദന എനിക്ക് മാറുകയുള്ളൂ. രാവും പകലും ഇല്ലാണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാം വളരെ ദൂരത്തുനിന്ന് വന്ന് ഇതിനെങ്ങനെങ്കിലും ഒന്ന് ഉണർത്തി എണീപ്പിക്കണം. നാട്ടുകാർക്ക് ഇവിടെ എത്രയോ നാട്ടുകാർക്ക് നമുക്ക് പണി കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ ഭയങ്കര സന്തോഷിക്കുന്നതാണ് ഞാൻ. ഇതാ കപ്പ നിശ്ചിച്ചാണ്. ഇതാ ഇതൊക്കെ കാണും. എല്ലാവരും ഒന്ന് കാണട്ടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ എത്രയോ നാട്ടുകാർക്ക് ഈ ലോക്ക്ഡൌൺ സമയം കൊണ്ട് നമുക്ക് എന്തെല്ലോ ഒരു ഭാഗ്യം കൊണ്ട് അവർക്ക് ഇവിടെ പണിയെടുക്കാൻ കൊടുത്ത് അവർക്ക് ഇവിടെ 10-20 പണിക്കാരുണ്ട്. എല്ലാവർക്കും നല്ലൊരു പണി നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ അവർക്ക് പറ്റി. എല്ലാവർക്കും നമുക്ക് നാട്ടുകാർക്കും നമുക്കും എല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യമായി ഇവർ ചെയ്തു കൂട്ടിയ കാര്യം എല്ലാം കാണണം. നിങ്ങൾ കാണണം. നിങ്ങൾ നാട്ടുകാർക്ക് ഞാൻ വ്യക്തിയെ നിങ്ങൾക്ക് പറഞ്ഞുതരും. കാരണം എന്തെങ്കിലും ഒരു തെളിവ്, ഒരു കുറ്റം ചെയ്താൽ ഒരു തെളിവ് എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാവുന്ന പറഞ്ഞ പോലെ ഞാനിത് മൊത്തം നടന്നു നോക്കുമ്പോൾ എനിക്ക് ആ തെളിവ് കിട്ടിയിട്ടുണ്ട്. എത്രയോ കഷ്ടപ്പെട്ട് നമ്മൾ ഇത് ഇവിടം വരെ എത്തിച്ചത്. ഇവർ ചെയ്ത് ഇതുണ്ടോ? ഇവൻ ചെയ്ത ഈ അനീതി കണ്ടോ? നിങ്ങൾ കാണണം. നാട്ടുകാരായ നിങ്ങൾ കാണണം. നിങ്ങൾ പ്രതികരിക്കണം ഇതിനു വേണ്ടിയിട്ട്. ഇത് എത്രത്തോളം നല്ലതാണെന്നുള്ള കാര്യം ഇതിന്റെ കക്ഷിയെ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നാട്ടുകാരായ നിങ്ങൾ ഉത്തരം പറയണം. ഇനി വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഞാൻ അതും കൂടി കാരണം ആ വ്യക്തി ഞാനിത് നടന്നുകൊണ്ട് ആ വ്യക്തിയുടെ ഒരു ID പ്രൂഫ് ഇവിടെ വീഴാനുണ്ട്. അവർ കൊത്തിയ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇതാ പറഞ്ഞുതരാം. ടോണി ജോർജ്, അതായത്